കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാവുന്ന പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിസ്സ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ പിസ്സയല്ല, നല്ല പാൻകേക്ക് പിസ്സയാണ്. മാവൊന്നും കുഴക്കാണ്ട് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിസ്സ. ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് ടൈമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്കാണ് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന കണ്ടപ്പോഴേ ഫത്ത് ഓടി വന്നിട്ടുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട് ഞാൻ മിക്സ് ചെയ്തോട്ടെ എന്ന്. അങ്ങനെ അവൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഫത്ത് ഇവിടെ പാലും മുട്ടയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഈ മൈദയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡയല്ലേ, ബേക്കിംഗ് പൗഡറാണ്. ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് കൊടുത്താൽ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അതുപോലെ കട്ടയൊന്നും കൂടാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബാറ്റർ ഒന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും. ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല, ഒരു ഫ്രൈ പാൻ ചൂടാകാൻ വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററി ഒരു വലിയ സ്പൂൺ നിറച്ചും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഇത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് മുകൾ ഭാഗം നന്നായിട്ടൊരു ആറി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. തീ ഒട്ടും കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് മുട്ടപ്പത്തലിനൊക്കെ ഹോള് വരുന്ന പോലെ ചെറിയ ചെറിയ ഹോള് നിറച്ചും വരുന്നുണ്ട്. ഇതിന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേ. കണ്ട, അടിഭാഗം ഒട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി എന്താ വേണ്ടത് വെച്ചാൽ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്ത് സോസും സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ സ്പ്രെഡ് ചെയ്യുന്നത് മയോണൈസും കുറച്ച് മുളക് പൊടിയും അതുപോലെ ഗാർലിക് ചില്ലി സോസില്ലേ അതും കുറച്ച് കെച്ചപ്പൊക്കെ മിക്സ് ആക്കിയിട്ട് ഉള്ള ഒരു സോസ് ആക്കിയിട്ട് അതാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുരുകളഞ്ഞ തക്കാളി പീസസ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിൽ സ്വീറ്റ് കോണും ഒലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്രിൽഡ് ചിക്കൻ്റെ കുറച്ച് ചിക്കൻ പീസസ് ബാക്കിയുണ്ട്. അതിൻ്റെ പീസസ്സാണ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. കറിയിൽ ബാക്കിയായ ചിക്കൻ പീസസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസസ് വേണം നിർബന്ധമില്ലേ. ഇനി കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചീസ് ഏതായാലും വെച്ച് കൊടുക്കുക. മൊസറല്ല ചീസ് വെക്കുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി ആ സ്ട്രെച്ച് ആയിട്ടുള്ള പിസ്സൻ്റെ ആ ഒരു സ്ട്രക്ചറല്ലേ അത് കിട്ടുക. അങ്ങനെ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നമുക്ക് ആ മയോണൈസ് കെച്ചപ്പ് സോസില്ലേ അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിർബന്ധമില്ല, ഒരു നല്ലൊരു ടേസ്റ്റ് ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി പൗഡർ ഇതിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 4 മിനിറ്റ് ശേഷം ഇതാ നമ്മുടെ പിസ്സ മൊസറല്ല ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിഭാഗോട്ട് കരിഞ്ഞിട്ടൊന്നുമില്ലേ. കാണാൻ ശരിക്കും നമ്മുടെ നോർമൽ പിസ്സ പോലെ തന്നെ ഇല്ലേ, പെട്ടെന്നായി കിട്ടിയില്ലേ. മാവ് കുഴച്ചിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം മിക്സ് ആക്കിയിട്ട് നല്ല പാൻ കേക്ക് ഉണ്ടാക്കുക. എന്നിട്ട് പിസ്സ ഒക്കെ ചെയ്യും പോലെ ചെയ്താൽ മതി.
ഇതിപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഞാനിവിടെ മയോണൈസിൻ്റെ ആ സോസ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ലൊരു ഷവർമ പിസ്സൻ്റെ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് സെയിം സൈസിലുള്ള 3 പിസ്സ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇനി വലിയ പിസ്സയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ പിസ്സ വേണമെന്നുണ്ടെങ്കിൽ മൈദയുടെയും പാലിൻ്റെയും ഒക്കെ അളവ് കൂടുതലെടുത്താൽ മതി. അപ്പോൾ പാൻകേക്ക് പിസ്സ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.